ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കൊളപ്പുള്ളി ഹൈവേയിൽ ഈ കാണുന്ന പത്തിരിപ്പാല ജംഗ്ഷനിൽ ഈ ട്രെൻഡ്സിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഒരു പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. കൊമേഴ്ഷ്യൽ പ്രോപ്പർട്ടിയാണ്. 3 സെൻറ്റ് സ്ഥലവും അതിലൊരു 2850 സ്ക്വയർ ഫീറ്റുള്ള ബിൽഡിങ്ങാണ് ഇന്ന് വന്നിരിക്കുന്ന പ്രോപ്പർട്ടി. ഇതിപ്പോൾ നമ്മൾ ഹൈവേയിൽ നിന്ന് നടന്നു പോകാനുള്ള ദൂരമുള്ളൂ. ഈ കാണുന്ന ഇൻ്റർലോക്ക് ചെയ്തിട്ടുള്ള വഴി കൂടെ ഇവിടെയൊക്കെ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ പ്രോപ്പർട്ടി വന്ന ഷോപ്പല്ല, ഫ്ലാറ്റാണ്. താഴെ 1 ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റും മേലെ 2 ബെഡ്റൂമും അതിൻ്റെ മേലെയായിട്ട് കൺസ്ട്രക്ട് ചെയ്തിട്ട് ഇപ്പോൾ ജസ്റ്റ് വാർത്തിട്ടിട്ടുള്ളൂ. നമുക്കത് ഫുൾ ഹാളായിട്ടാണ് കിടക്കുന്നത്. നമുക്കത് ട്യൂട്ടോറിയൽ കോളേജിനോ അല്ലെങ്കിൽ ജിമ്മായിട്ടോ ചെറിയ രീതിയിൽ ജിമ്മായിട്ടോ കാര്യത്തിനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റും. ഈ കാണുന്നതാണ് ബിൽഡിംഗ്. താഴെ ഒരു ഷട്ടർ റൂമുണ്ട്. ഈ സൈഡ് കാണുന്ന ഷട്ടർ റൂം ഒന്നുണ്ട്, അത് കാലിയാണ്. ഇതാണ് ഫ്രണ്ട് ഗേറ്റ്. ഈ കാണുന്നതാണ് ടോട്ടൽ ബിൽഡിംഗ്. ഓക്കെ, നമുക്ക് ഇവിടുന്ന് നേരെ കാണാതാ ഓട്ടോ പോകുന്ന കണ്ടു, ബൈക്ക് കാറൊക്കെ പോകും. അതാണ് ഹൈവേ. ഹൈവേ എന്ന് നമ്മൾ ജസ്റ്റ് വാച്ചബിൾ ഡിസ്റ്റൻസിലാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. സോ ഇതാണ് ഫ്രണ്ടിലെ ഏരിയ കാണുന്നത്. ചെറിയ രീതിയിലുള്ള സ്പേസുള്ളൂ, അത് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് താഴെയുള്ള ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. താഴെ ഇപ്പം നോക്കുകയാണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ കയറിയ വഴിക്ക് വലിയൊരു ഹാള് കിട്ടുന്നുണ്ട്. പിന്നെ ഒരു ബെഡ്റൂം, ഒറ്റ ബെഡ്റൂം അപ്പാർട്ട്മെൻറ്റാണിത്. 1 ബെഡ്റൂം ആള്, 1 BHK. അപ്പോൾ ഇതൊരു ബെഡ്റൂമായി. ഇവിടെ നമുക്ക് കോമൺ ആയിട്ടൊരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട്. ഇതാണ് വാഷ്റൂം. ഇപ്പോൾ ഡൈനിങ് കം ഒരു ലിവിങ് ഏരിയയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇത് കിച്ചൺ. കിച്ചണിനോട് ചേർന്ന് ഇവിടെ ഒരു സ്റ്റോർ റൂമിൻ്റെ സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ആകെ താഴെയുള്ള ഗ്രൗണ്ട് ഫ്ലോറിലുള്ള ഒരു ഫ്ലാറ്റ്, 1 BHK. ഇവിടുന്ന് നമ്മൾ ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്കിനി അടുത്ത് ഇതിലൂടെ ബിൽഡിങ്ങിൻ്റെ റൈറ്റ് സൈഡിലൂടെ പോയി കഴിഞ്ഞാൽ സ്റ്റെയർ കേസ് കാണാം. സോ ഇവിടെയാണ് ബോർവെല്ലുള്ളത്. ഇവിടെ നമ്മൾ നേരെ അങ്ങ് പോയി കഴിഞ്ഞാൽ ഈ ബിൽഡിംഗ് ഫ്രണ്ട് ഉള്ളത് കിഴക്ക് ഫേസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. ഇതിപ്പോൾ ഇവിടെ നിന്ന് ചെറിയൊരു സ്പേസാണ് ബാക്ക് സൈഡിൽ കാണാനുള്ളത്. ഓക്കെ, ചുറ്റും കോമ്പൗണ്ട് വാളുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നമ്മൾ സ്റ്റെയർ മേലെ കയറുകയാണെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് 2 BHK ആണുള്ളത്. ഓക്കെ, സോ ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 2 BHK ഉണ്ട്. ഇവിടെ കയറിയ വഴിക്ക് ഒരു ലിവിങ് സ്പേസ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം സ്പേസുള്ള ഒരു ഏരിയ തന്നെയാണ്. ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഒരു ഡൈനിങ് സ്പേസിലേക്ക്. ഡൈനിങ് സ്പേസിൽ നിന്നാണ് നമുക്ക് 2 ബെഡ്റൂമിലേക്കും അതുപോലെ തന്നെ കിച്ചണിലേക്കുള്ള എൻട്രൻസ് കിട്ടുന്നത്. ഇതൊരു ബെഡ്റൂമാണ്. ഇത് കോമൺ ആണ്. ഇവിടെ നമുക്കൊരു അറ്റാച്ച് ആയിട്ടുള്ളൊരു ബെഡ്റൂം കാണാം. ഇത് അറ്റാച്ച് ആയിട്ടുള്ളതാണ്. ഇതിവിടെ വാഷ്റൂം ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ബിൽഡിംഗ് ഇരിക്കുന്നത് നമുക്ക് നേരത്തെ കണ്ടു. ജസ്റ്റ് പത്തിരിപ്പാല സെൻട്രലിൽ തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഉള്ളത്. ഒരു ജസ്റ്റ് ഒരു നീളി എന്ന് പറയാം. ഇവിടെ ഒരു കോമൺ ആയിട്ടുള്ളൊരു വാഷ്റൂമിൻ്റെ ഇതുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ഒരു കിച്ചൺ, അതിൻ്റെ ഒരു സ്റ്റോർ റൂം സ്പേസ് ആ ലാസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് ഫസ്റ്റ് ഫ്ലോറിലുള്ള ഫ്ലാറ്റ്. ഓക്കെ, ഇത് 2 BHK ആണ്. ഇവിടുന്ന് നമുക്കിനി സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകാം. ഇവിടെ നിന്നാണ് സ്റ്റെയർ. ഇതിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, മേലെ ജസ്റ്റ് വാർത്തിട്ടിട്ടേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് വേണമെങ്കിൽ ഇത് ഫുള്ളൊരു ഹാളായിട്ട് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ഇല്ല, ഇതിന് ഇതേപോലെ ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ കണ്ടതുപോലത്തെ നമുക്ക് മാറ്റിയെടുക്കാനും സാധിക്കും. കംപ്ലീറ്റ് പില്ലറിലാണ് കേട്ടോ. ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതൊരു മൊത്തത്തിലൊരു ഹാളായിട്ട് ഒരു ട്യൂഷൻ സെൻറ്ററിനോ ഇല്ലെങ്കിൽ ഒരു ചെറിയ ജിമ്മിനൊക്കെ ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ആ സ്പേസ് ഉണ്ട് ഇതിനകത്ത്. ഇല്ലെങ്കിൽ ഇതേപോലൊരു അപ്പാർട്ട്മെൻറ്റ് ആക്കിയിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. സോ ഇതാണ് ടോട്ടൽ സെക്കൻഡ് ഫ്ലോറിലെ സ്പേസ്. ഇവിടെ കണ്ടില്ല, ചുറ്റുവട്ടം ഇഷ്ടം പോലെ ശരിക്കും ഒരു കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് ആണ്. അതായത് നമുക്ക് ട്രെൻഡ്സ് അവിടെ നിന്ന് കാണുന്നുണ്ട്. മെയിൻ സെൻട്രൽ തന്നെയുള്ളൊരു ബിൽഡിംഗ് ആണ്.
ഇപ്പോൾ ഇതിന്ന് നമുക്ക് പറയുകയാണെങ്കിൽ പത്തിരിപ്പാല സെൻറ്റർ ഇത്ര അടുത്താണ്. അതുപോലെ തന്നെ നമുക്ക് ഒറ്റപ്പാലത്തേക്കും പാലക്കാട്ടിലേക്കും രണ്ടവിടേക്കും ക്ലിയർ ഡിസ്റ്റൻസ്, സെയിം ഒരേ ഡിസ്റ്റൻസിലാണ്. പാലക്കാട് ഒലോക്കോട് സ്റ്റേഷനിലേക്കായാലും ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിലേക്കായാലും രണ്ടും സെയിം ഡിസ്റ്റൻസിലാണ് നമുക്ക് കിട്ടുന്നത്. ഇത് ഏറ്റവും ടോപ്പ് ഫ്ലോറിൽ നമുക്ക് നോക്കാം. സോ ഈ ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ 3 സെൻറ്റ് സ്ഥലം, 2850 സ്ക്വയർ ഫീറ്റ്. ഈ ഒരു പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ പറഞ്ഞിരിക്കുന്ന പ്രൈസ് 80 ലക്ഷം രൂപയാണ്, 80 lakhs ആണ്. അത് നെഗോഷ്യബിൾ ആണ്. ഇതിലെ വെള്ളത്തിൻ്റെ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഇത് അവകാശം തറവാട് സ്ഥലമായിരുന്നു, അതുകൊണ്ട് കിണറിൻ്റെ അവകാശം ഇതിലുള്ള എല്ലാ ബിൽഡിങ്ങുകൾക്കും ഉണ്ട്. അപ്പോൾ കിണറ്റിൻ്റെ വെള്ളം യൂസ് ചെയ്യുക. അതേപോലെ തന്നെ ബോർവെല്ലുണ്ട്, അതും നമുക്ക് യൂസ് ചെയ്യാം. കണ്ടില്ലേ, റോഡ് നമുക്ക് കാണണം വളരെ നിയറസ്റ്റ് ആയിട്ട്. ഇവിടെ നമുക്ക് ഡ്രസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഇതിന് നമുക്ക് യൂസ് ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു പ്രോപ്പർട്ടി ഇരിക്കുന്നത് മെയിൻ പത്തിരിപ്പാല സെൻട്രൽ തന്നെയാണ്. സോ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ പ്രോപ്പർട്ടി ഇഷ്ടമായെങ്കിൽ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആ ബെൽ ബട്ടൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഇതുപോലെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനോ വാങ്ങാനോ ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ അതിനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ബൈ ആൻഡ് ലവ് യു.